കിട്ടുന്നത് കഴിച്ചു പോകണം. ഈ സാമൂഹ്യം വേറെ പണിയില്ല, 2 മണിക്കൂറായിട്ട് അല്ലേ? വേറെ ചിലർക്കാണെങ്കിൽ പങ്കെടുക്കാൻ താല്പര്യമില്ല. അപ്പൊ ഇവിടെ തന്നെ 2 3 ചീത്ത പറഞ്ഞു. ഒരു ഇത്ര നേരം ഇല്ലാത്ത വണ്ടി കഴിഞ്ഞ് സത്സംഗം തുറന്ന പാത്രമൊക്കെ എടുത്തിട്ട് പോയി കഴുകാൻ പോയി. കുറെ പേർക്ക് അവിടെ ഇത്ര നേരം ഇല്ലാത്ത എന്ത് ചെയ്യണം, മരത്തിന്റെ പണി എടുക്കാം. ഇതെല്ലാം ഓരോ ജീവന്റെ രീതിയിലുള്ള വാസന. ഇതിനെല്ലാം ഉൾക്കൊള്ളലാണ് ആശ്രമം. ഇത് നമ്മുടെ വീട്ടിലും ഇതേ കാര്യങ്ങൾ സംഭവിക്കും. ഇതിനെ നമ്മുടെ ആശ്രമത്തിൽ കൊണ്ടുവന്നതാണ് ഇത് ചുരുക്കം. നമ്മളെല്ലാവരുടെയും ഒരു ഭാഗ്യം എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് ഗുരുവിനെ തിരിച്ചറിയാം. പല ആൾക്കാർക്കും ഗുരുവിനെ തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട്. അവർ ഗുരുവിന് മുന്നിൽ വന്നിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്, ഗുരുവിനോട് പല പല കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അവരെന്ത് ചെയ്തിട്ടില്ല, ഗുരുവിനെ എടുത്തില്ല. എല്ലാ അറിവുള്ളവരുണ്ട്, എല്ലാ ജ്ഞാനികൾ, എത്രയോ അറിവുള്ളവർ. രവീന്ദ്ര സാർ, അദ്ദേഹം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർ. അദ്ദേഹം ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയിട്ട് ഡോക്ടറേറ്റ് കിട്ടിയാണ്, പാലക്കാടുകാരൻ. അപ്പൊ അയാളുടെ ഒരു അനുഭവം ഉണ്ടായിരിക്കും. അയാൾ ഗുരുവായിട്ട് കുറെ നേരം ചർച്ച ചെയ്തു, പല കാര്യങ്ങളും ചർച്ച ചെയ്തു. അയാളാണ് മനസ്സാ വാച കർമ്മ ഞാൻ രാജിവെക്കുന്നു എന്ന് പറയുന്ന ആ ഒറിജിനലിന്റെ സാധനം അദ്ദേഹത്തിന്റെ. ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പാലക്കാട് തിരുവാടൂട്ടുകാരനാണ്, പൊങ്ങാറിന്റെ അടുത്തുള്ള സ്ഥലം. 2 പ്രാവശ്യം കാണാം. പക്ഷെ ആൾക്ക് ഗുരുവിനെ സാധിക്കുന്നു. ഇതവരെ പോലെ പാവം കഷ്ടപ്പെടുന്നു, ഗുരുവിനെ എടുക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്നു. അങ്ങനെ ഇരിക്കുമ്പോ അദ്ദേഹത്തിന്റെ വീട്ടിൽ ചില പ്രശ്നങ്ങളും കാര്യങ്ങളും അവരുടെ കുടുംബക്കാര്, മോളത്തുള്ള ഒത്തിരി കൂടിയാണ് കേട്ടോ പറഞ്ഞു വരും. ആ കുടുംബക്കാരെല്ലാരും കൂടി അഷ്ടമംഗല് ഇത് വെച്ചു അല്ലേ? അതിൽ കുറെ ദോഷങ്ങൾ കണ്ടു. ഒപ്പം ഒരു ഗുരുവിന്റെ എന്തോ ഒരു വിഷമം കാണുന്നു. ഗുരു പറഞ്ഞ ഞങ്ങൾക്ക് ഗുരു ഇങ്ങനത്തെ ഗുരുക്കന്മാരായിട്ട് ഒരു ബന്ധമില്ല. ആകെ ഈ രവിയേട്ടൻ മാത്രം അടുത്ത കാലത്തൊന്ന് ശാന്തിഗിരിയിൽ പോയിട്ടുണ്ട് അല്ലേ? ഞാനും ER കിരണൂരിൽ പോയ സമയത്ത് എന്തോ ഒരു കാര്യത്തിൽ ക്ഷണിക്കാൻ പോയപ്പോ കിരണില്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ അവിടെ ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് ഗുരുവിന് വിഷമമുള്ള എന്തെങ്കിലും ഞാൻ ചെയ്തു. കിരൺജിന്റെ ഞാനുണ്ട് എല്ലാവരും. എനിക്കറിയില്ല, ഇയാൾ വന്നോ പോയോ എനിക്കറിയില്ല. ഞാനൊന്ന് പാലക്കാട് ഇരിക്കണം. കിരൺ പറഞ്ഞു, ഞാൻ ഗുരുവിനോട് പറയാം. ഉണ്ണി ഡോക്ടർ മാനാണ്, ഡൽഹിയിലെ റിജന്റെ മാനേജറെ കുറിച്ചാണ് ഞാൻ. അദ്ദേഹം ഡോക്ടറാണ്. അങ്ങനെ അദ്ദേഹം തിരിച്ചുപോയി ഗുരുവിന്റെ അടുത്ത് പോയി. ഇതെല്ലാം നടന്ന സംഭവം ശേഷം ഇങ്ങനെ പറഞ്ഞു, രവീന്ദ്ര സാറിന്റെ വീട്ടിൽ പോയില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ വീട്ടിൽ അഷ്ടമംഗലം വെച്ചപ്പോ ഒരു ഗുരുവിന്റെ ഒരു വിഷമം എന്ന രീതിയിൽ പറയുന്നു. ബാക്കി ദോഷങ്ങളൊക്കെ വേറെ ഭാഗം. ഗുരുവിന് എന്തെങ്കിലും വിഷമം തോന്നിയിരുന്നു അദ്ദേഹം. ഗുരു കുറച്ചു നേരം കണ്ണടച്ചിരുന്നില്ല. ഇല്ലടാ അങ്ങനെയൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറഞ്ഞു. പെട്ടെന്ന് ഗുരു പറഞ്ഞു, എടാ എന്റെ മനസ്സൊന്ന് പതറി. ശരിയാണ്, അതെന്താ ഗുരു? അവൻ ഇറങ്ങി പോകുമ്പോ ഈ മുണ്ടിന് എടുത്തിട്ടുണ്ട് ഇങ്ങനെ. ഈ സാധാരണ പഴയ കാരണന്മാർക്കില്ല, മുണ്ടങ്ങനെ എടുത്ത് ഇങ്ങനെ പിടിക്കില്ലേ അല്ലേ? അപ്പൊ ഗുരു മനസ്സുകൊണ്ടൊന്ന് വിചാരിക്കുന്നു, ഇത്ര അറിവുള്ളവൻ അല്ലേ? അവൻ ജീവന്റെ വാസനയാണ്. ഒന്നിങ്ങനെ പിടിക്കണതിന്റെ കാര്യം. ഈ ഗുരുവിന്റെ ഒരു ചിന്തയാണ് ഈ പ്രകൃതി ധരിപ്പിച്ചത്. അപ്പൊ നമ്മുടെ കുടുംബത്തില് ഈ രീതിയിൽ പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ഞാനും അച്ഛൻ അല്ലെങ്കിൽ ഭാര്യ, അച്ഛൻ അല്ലെങ്കിൽ അമ്മ, മക്കൾ എന്ന രീതിയിൽ ജീവിക്കുന്ന കുടുംബം, നമുക്ക് അച്ഛനും അമ്മയും ഈ കുടുംബവുമായി ചേരുന്ന ഒരു സ്ഥലത്താണ്. എവിടെയാണ് ചേരുക? ഒന്ന് മതത്തിലാണ്, 2 ജാതിയിലാണ്. ഇത് രണ്ടും ഇല്ലാത്ത ഒന്നാണ്, അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടതാണ്. ചില സ്വാർത്ഥ താല്പര്യങ്ങളാൽ ഉണ്ടാക്കപ്പെട്ടതാണ് എന്ത്?
ജാതിയുമാണ്. അപ്പൊ ഇവിടെ ഈ മതത്തിലും ഈ ജാതിയിലുമായ ജീവിതചര്യ മുന്നോട്ട് വരുമ്പോൾ മോഡേൺ സയൻസിൽ എപ്പിജനറ്റിക് എന്ന് പറയും. മോഡെന്താ വിളിക്കുക? എപ്പിജനറ്റിക്. കാരണം നമുക്ക് ആവശ്യമുള്ളത് ദൈവം ജനിക്കുമ്പോൾ തന്നിട്ടുണ്ട്, ഒപ്പം ലക്ഷക്കണക്കിന് ജനറ്റിക് അധികം തന്നു. അതുകൊണ്ടാണ് ഈ ജിമ്മിന് പോണവരൊക്കെ എങ്ങനെ ജിമ്മാവണുണ്ടല്ലോ, എങ്ങനെയാണ് അല്ലേ? വായു കയറി ആ സെല്ലുകളൊക്കെ ടൈറ്റ് ചെയ്യും. ഇതുപോലെ നമ്മുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിതചര്യയും വരുമ്പോൾ ഒരേ ധർമ്മത്തിലെ മുന്നോട്ട് പോകും. അപ്പൊ ഒരു ജാതിക്ക് അല്ലെങ്കിൽ ഒരു മതത്തിന് അതിന്റെ ജീവിതചര്യയിൽ മാത്രം ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാവുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അവരുടെ ജനറ്റിക്ക് അവിടെ തന്നെ നിന്ന് തിരിക്കും, മറ്റൊന്നിലേക്ക് പോവില്ല. ഇതിനെക്കുറിച്ച് ഞാൻ ഗുരുവോട് തർക്കിച്ചിട്ടുണ്ട്. അപ്പൊ ഗുരു പറഞ്ഞത് ഓരോ ജാതി എടുത്ത് എന്നിട്ട് അവരുടെ അസുഖവും സ്വഭാവവും എടുത്ത് ആ ജാതി എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഗുരു പറയുന്നത് ഇല്ലാതാക്കാൻ അല്ലേ, ഞാൻ പറഞ്ഞാൽ അത് ശരിയാണ്. അപ്പൊ ഗുരു പറഞ്ഞത് ആ ജാതിയുടെ ധർമ്മത്തിൽ ജീവിക്കുന്നവന്റെ ഒരു പോയിന്റ് എത്തുന്ന എവിടെയായിരിക്കും? ഈ ജാതിയൊക്കെ ചെന്നെത്തുന്ന എവിടെയായിരിക്കും? ഒരു ആരാധനാമൂർത്തി പോയി നിൽക്കുക. നിങ്ങൾ വേണമെങ്കിൽ ശ്രദ്ധിച്ചു, ഇവിടെ ഇരിക്കുന്ന ഏത് രീതിയിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കും, എല്ലാ ജോലിയും ജാതി അടിസ്ഥാനത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പൊ അതില് ഒരു കൃഷിപ്പണി എടുക്കുന്ന ഒരാളാണ് വെക്കുക, ഞാൻ പേര് പറയുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ പറയാൻ പറ്റും. അവർക്കൊരു കുലദൈവം ഉണ്ടാവും. ഈ അച്ഛനും അമ്മയും അച്ഛൻ്റെ 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 അച്ഛനും ഒക്കെ എവിടെ പോയി നിൽക്കുള്ളൂ? അവസാനം എവിടെ പോയി നിൽക്കുക? ഇതിലേ പോയി നിൽക്കുക. ഇത് പുറത്തു പോയിട്ടുണ്ടാവില്ല. അപ്പൊ ഇതിന്റെ എന്തെല്ലാം നന്മ തിന്മകളുണ്ടോ അതെല്ലാം തലമുറയായിട്ട് എവിടേക്ക് വന്നിട്ടുണ്ട്? നമ്മളിലേക്ക് DNA-യിലേക്ക് വന്നു. അപ്പൊ എന്ത് സംഭവിക്കും? അതനുസരിച്ചുള്ള രോഗം, അതനുസരിച്ചുള്ള ദാരിദ്ര്യം, അതനുസരിച്ചുള്ള സ്വഭാവം. ചില വീട്ടിൽ ഗുരു പറഞ്ഞ സ്ത്രീകൾ ഉറക്ക സംസാരിക്കും, കേട്ടിട്ടുണ്ടോ? ഒറ്റ രണ്ടെണ്ണം പൊട്ടിക്കും ചെയ്യും ഭർത്താക്കന്മാരെ. അങ്ങനത്തെ ഒരു കാണിച്ചിട്ടുണ്ട്. നീ പോയി പരിശോധിച്ചോ? ചില വീട്ടില് ആ രീതിയിൽ തന്നെ പോയിട്ട് അച്ഛനും അമ്മയും എന്ന് പറയുന്നത് ബന്ധശത്രുക്കളായിരിക്കും. പക്ഷെ പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ അവരെന്തായിരിക്കും? വീണ്ടും മിച്ചിൻ ചക്രയായിട്ട് പോകണം. ഇതെല്ലാം ആ ഗോത്രത്തിന്റെ ആരാധന കർമ്മം കൊണ്ട് വന്നു. ചിലവർ മിണ്ടി അടിച്ചത്. അപ്പോൾ നമ്മൾ ഇവിടെ ആരോ പറഞ്ഞു, കോഴിക്കോട് അല്ല കണ്ണൂര് അല്ലേ? അത് ഈ ആരാധനാമൂർത്തിയുടെ ഗുണം കൊണ്ട് എന്റെ എപ്പിജനറ്റിക്കിൽ വർക്ക് ചെയ്തിട്ട് എന്റെ ശരീരത്തിൽ അത് പ്രവർത്തിച്ചു. അപ്പൊ ഞാൻ ഫുട്ബോളിൽ എന്റെ ടീം തോറ്റ മറ്റു ടീം ചാടി എന്ത് ചെയ്യും? ഞാൻ അപ്പൊ തന്നെ കത്തി എടുത്തിട്ട് ഈ വേൾഡ് കപ്പിൽ കുത്തി. 3 കേസ് ഇപ്പോഴും ഉണ്ട്. വേറെ എവിടെയെങ്കിലും കുത്തുവോ? അങ്ങനെ വേറെ പണിയില്ല. അപ്പൊ ഇത് ഈ കുടുംബത്തിന്റെ ഈ ഗോത്രത്തിന്റെ ഗതികേടായിട്ട് വരികയാണ്. അതാണ് ഗുരു പറഞ്ഞത് ഗോത്ര രോഗങ്ങൾ. കേരളത്തിന്റെ ഗോത്ര രോഗം എന്താ? ഷുഗറും